1962 മന്ത്രിസഭയ്ക്ക് പിന്നീട് എന്താ സംഭവിച്ചത്? രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയാവുന്ന നമ്മുടെ EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ CPI മുമ്പിൽ നിന്ന് പൊരുതി അല്ലെങ്കിൽ കളിച്ച് താഴെയിറക്കി, അധികാരത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അവസാനം CPM സ്വപ്നം പോലും കാണാത്ത രീതിയിൽ അച്യുതമേനോനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മുഖ്യമന്ത്രിയാക്കി. അന്ന് തുടങ്ങിയ പകയാണ് CPMന് CPIയോട്. അതിപ്പോഴും തുടരുകയാണ്. അത് മനസ്സിലാകാത്ത ഏക പാർട്ടി കേരളത്തിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാകാത്ത ആളുകൾ കേരളത്തിൽ CPI മാത്രമാണ്, അല്ലെ CPIക്കാര് മാത്രമാണ്. എന്നും CPIയെ ഒരു ഒന്നാം നമ്പർ ശത്രുവായിട്ടാണ് CPM കണ്ടിരുന്നതെങ്കിലും പിന്നീടുള്ള കാലത്ത് PK വാസുദേവൻ നായർ, NE ബലറാം, CK ചന്ദ്രപ്പൻ, വിളിയം ഭാർഗവൻ, ഒരു പരിധിവരെ കാനൻ രാജേന്ദ്രൻ, അവരെയൊക്കെ CPM അംഗീകരിച്ചിരുന്നു. തുല്യ നിലയിൽ അവർക്കൊരു കസേര ലഭിക്കുമായിരുന്നു. അതുകൊണ്ടാണ് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചപ്പോൾ വിളിയം ഭാർഗവൻ പ്രതിഷേധിച്ചതും സീറ്റ് വാങ്ങിച്ചെടുത്തതും. അതുപോലെ തോമസ് ചാണ്ടിയെ രാജിവെപ്പിക്കാൻ പിണറായി വിജയൻ നിർബന്ധിതനായത്. CPI അറിയാതെ പോലീസ് കമ്മീഷണറേറ്റ് നടപ്പാക്കാൻ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അതിനെ വെട്ടിയത്. പിന്നെ പത്രസ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടപ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിച്ചത്. അതൊക്കെ അന്ന് CPIക്ക് സാധിക്കുമായിരുന്നു. മുന്നണിയിലെ ഒരു തിരുത്തൽ ശക്തി എന്നൊരു പേര് അവർക്ക് അതുകൊണ്ട് തന്നെ ലഭിച്ചിരുന്നു.